ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രമിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഫുൾ വിശേഷം ഇടാറില്ല, നമ്മൾ പ്രമോ വിശേഷം മാത്രമേ ഇടാറുള്ളൂ. അപ്പൊ പ്രമോ വിശേഷം ഇടുന്നതിന്റെ കൂട്ടത്തിൽ അതായത് ഇന്ന് നടന്ന കുറച്ച് സംഭവങ്ങൾ, അതായത് ആകെ മൊത്തത്തിൽ നടന്ന ആ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വേദേനെ നേരെ കൊണ്ടുവിട്ടിരിക്കുകയാണ് വേദയുടെ വീട്ടില് വിക്രം. അങ്ങനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നിങ്ങളുടെ മകൾക്ക് കുറച്ച് വിവരം കുറവാണ്, പഠിപ്പുണ്ടെങ്കിലും തീരെ വിവരമില്ല, ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഒരു താലി 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 എന്ന് പറഞ്ഞുകൊണ്ട് അവളങ്ങോട്ട് ചാകാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് ദേവി ഇതെന്നെ ശല്യപ്പെടുത്താൻ വരരുതെന്ന് മോളോടൊന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദയുടെ വീട്ടില് കുറെ പ്രസംഗമൊക്കെ നടത്തിയിട്ട് നമ്മുടെ വേദനെ അവിടെ ആക്കിയിട്ടാണ് വിക്രം പോകുന്നത്. ഏതായാലും നമ്മുടെ വേദ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. വിക്രമാദിത്യവും വേതാളവും പോലെ തന്നെ നമ്മുടെ വിക്രത്തിനെ അള്ളിപ്പിടിക്കാൻ തന്നെയാണ് വേദ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും വേദനെ അവിടെ കൊണ്ടുവിട്ടു കേട്ടോ. കൊണ്ടുവിട്ടിട്ട് ബൈക്ക് എടുത്തോണ്ടങ്ങ് നമ്മുടെ വിക്രം പോവുകയും ചെയ്തു. അപ്പൊ പിന്നെ കൂടത്തിൽ പോകാനും പറ്റത്തില്ല. അപ്പൊ അവിടെ ഉള്ളവരെല്ലാം, വീട്ടിലുള്ളവരെല്ലാവരും ഉപദേശിക്കുകയാണ്. മുത്തശ്ശിയും അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ ഉപദേശിച്ചു, നീ എന്താ മോളെ ഈ കാണിക്കുന്നത്, അവന് നിന്നെ വേണ്ട, പിന്നെ എന്തിനാ നീ വെറുതെ പുറകെ പോകുന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മുടെ വേദയുടെ അനിയത്തി പറയുന്നുണ്ട്, എന്തിനാണ് വെറുതെ, ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യത്തെ കല്യാണം അത് ആദ്യത്തെ കല്യാണം എന്നല്ല കേട്ടോ, നമ്മുടെ വേദയുടെ കല്യാണം നടക്കാനിരുന്നല്ലോ, ആ ഒരു ചെറുക്കൻ നമ്മുടെ വേദേനെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ചെറുക്കനെ കളഞ്ഞിട്ട് എന്തിനാണ് വെറുതെ ചേച്ചി ഇതിന്റെ പുറകെ പോകുന്നത്? എത്ര വർഷമായിട്ട് നിങ്ങൾ തമ്മിൽ വിവാഹം തീരുമാനിച്ചതായിരുന്നു, ഇനിയിപ്പം വേറൊരു വിവാഹം വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഏട്ടൻ ഇരിക്കുന്നത്. അപ്പൊ എന്തിനാ വിക്രത്തിന്റെ പുറകെ വെറുതെ പോകുന്നത്? അവനാണെങ്കിൽ ചേച്ചിന് ഇഷ്ടമല്ല. എനിക്കിപ്പോ തോന്നുന്നുണ്ടല്ലോ, അവനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്, ആ വിക്രത്തിനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്, ചേച്ചീനെയാ. അയാളിപ്പം പറഞ്ഞിട്ട് പോയ പോലെ ലേശം വിവരമില്ല, അതാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, എന്റെ പൊന്നുമോളെ നീ നിർത്തുന്നുണ്ടോ? ഇവക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവളുടെ അച്ഛൻ പറഞ്ഞല്ലേ ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട, അവൾ ഒരു തീരുമാനം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ ചെയ്തോട്ടെ, ഇവിടെ ആരും അതിനെക്കുറിച്ച് പറയണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശി അത് ഒഴിവാക്കി വിടുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വേദയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ. അതായത് ആദ്യം വിവാഹം കഴിക്കാൻ പോയ ആളെക്കുറിച്ചും അയാളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വേദയ്ക്ക് അതങ്ങോട്ട് പറ്റണില്ല കേട്ടോ. നമ്മുടെ വേദ അപ്പോഴും താലിയിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഈ താലി കഴുത്തി കെട്ടിയവനാണ് എന്റെ ഭർത്താവ് എന്ന രീതിയിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, വിക്രമാദിത്യവും വേതാളവും പോലെ തന്നെയുള്ള ഒരു അവസ്ഥ തന്നെയാണ്. നമ്മുടെ വിക്രമാദിത്യനെ വിട്ട് വേതാളത്തിന് പോവാൻ കഴിയില്ല. അതുപോലെ നമ്മുടെ വേതാളമായ വേദ അള്ളി പിടിച്ചിരിക്കുകയാണ് വിക്രത്തിനെ. അങ്ങനെ ഏതായാലും ഈ ഭാഗമാണ് കേട്ടോ നമ്മൾ ഇന്ന് മൊത്തത്തിൽ ഒന്ന് കണ്ടത്. ഏതായാലും ഇനി നാളത്തെ കഥയിലേക്ക് കടക്കാം അല്ലെ. അങ്ങനെ നമ്മുടെ വേദ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇല്ല, ഞാൻ എന്റെ വീട്ടിൽ നിൽക്കില്ല, എന്റെ ഭർത്താവ് എന്റെ കഴുത്തിൽ താലി ചാർത്തിയ, അതും ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് താലി ചാർത്തിയ അയാൾ തന്നെയാണ് എന്റെ ഭർത്താവ്. ഞാൻ ഇനി ഈ വീട്ടിലല്ല താമസിക്കേണ്ടത്, ഞാൻ അങ്ങോട്ടേക്ക് പോവുക എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം വെറും കൈയോടെ അല്ലേ പോയത്. ഇവിടെ നിന്ന് കെട്ടും കിടക്കയൊക്കെ എടുത്തുകൊണ്ട്, അതായത് തുണികളൊക്കെ എടുത്തുകൊണ്ട് നേരെ പോകുന്നത് നമ്മുടെ വിക്രത്തിന്റെ വീട്ടിലേക്കാണ്. അപ്പൊ വിക്രം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേദ എന്ത് ചെയ്യുന്ന അമ്മ ചോദിക്കുന്നുണ്ട്, നമ്മുടെ വിക്രത്തിന്റെ അമ്മയും ഏട്ടത്തിമാരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വിക്രം പറയുന്നത്, ഞാൻ അവളെ കൊണ്ടുവിട്ടു, അവള് എന്റെ ഭാര്യയൊന്നും ആയിട്ടൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തൊന്നുമില്ല, പിന്നെ ഒരു കല്യാണം പോലും എനിക്കില്ല, പിന്നെ അല്ലേ അവള് ഒരു എന്താ പറയാ, ഒരു അബദ്ധത്തിൽ ഞാൻ അവളുടെ കഴുത്തിൽ ഒരു താലിയും കെട്ടിപ്പോയി, ആ ഒരു വാശിപ്പുറത്ത് ചെയ്ത് ഇപ്പൊ മനുഷ്യന് തലവേദനയായിട്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും വിക്രത്തിന് അമ്മ പറയുന്നുണ്ട്, മോനെ നീ ഒരിക്കലും ഈ താലി എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് കാണരുത്. എല്ലാ പെണ്ണുങ്ങളും ചിലപ്പോൾ താലിയെ അംഗീകരിച്ചെന്നോ എല്ലാ പെണ്ണുങ്ങൾക്കും താലി വലിയ ഇതാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം ആ താലിക്ക് എത്രമാത്രം വില അവൾ കൊടുക്കുന്നുണ്ടെന്ന് അറിയാമോ? പിന്നെ അവളൊരു നല്ല കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് നീ വിവാഹം കഴിക്കുകയും താലി കഴുത്തി ചാർത്തുകയും ആ താലിക്ക് ഒരു മഹത്വം കൊടുക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോഴുള്ള പെൺകുട്ടികളൊന്നും അങ്ങനെ ചെയ്യാറ് പോലുമില്ല. കഴുത്തിൽ പോലും താലി ഇട്ടുകൊണ്ട് നടക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അതിനെയൊക്കെ അപേക്ഷിച്ചിട്ട് നല്ലൊരു പെൺകുട്ടി തന്നെയാന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞപ്പോ എങ്കിൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യുക, അച്ഛനെ കൊണ്ട് കെട്ടിക്കാൻ പറഞ്ഞു കേട്ടോ. എടാ നീ വാ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വർത്താനെ പറയത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോ വിക്രം പറഞ്ഞു, പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയണം, എനിക്ക് ഇത്ര പറയാനുള്ളൂ, എനിക്ക് പറ്റില്ല ആ ഭാരത്തിനെ ചുമന്നുകൊണ്ട് നടക്കാന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ രാധിക കയറി വരുന്നത്. ഓട്ടോ ഡ്രൈവർ രാധിക കയറി വന്നിട്ട്, അല്ല എന്തിയേ അവളെ കൊണ്ടുവിട്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം പറഞ്ഞു, കൊണ്ടുവിടാതെ ഞാൻ അവളെ എന്നാ ഇവിടെ വെക്കാൻ വേണ്ടിയാണോ കൊണ്ടുവന്നത്, കൊണ്ടുവിട്ടു.
ആശ്വാസമായി. സത്യത്തിൽ ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. ഞാൻ ഓർത്തു അവളുമായിട്ട് കല്യാണം കഴിച്ച് ഇവിടെ കൂടാനാ നിങ്ങളുടെയൊക്കെ ഉദ്ദേശമെന്ന്. ഏതായാലും കൊണ്ടുവിട്ടുവല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആശ്വാസത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് ദേ പടി കടന്നു വരുന്നു നമ്മുടെ വേദ. ബാഗൊക്കെ കൈ പിടിച്ചോണ്ടാട്ടോ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ വിക്രത്തിന്റെ ഒരു ഏട്ടത്തി അവിടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ വേദ കടന്നു വരുന്നത്. അങ്ങനെ വേദേനെ കണ്ട ഉടനെ ഈ ഏട്ടത്തി ഓടിച്ചത് ദേ അമ്മ ഇത് ആരാ വരുന്നതെന്ന് നോക്കിയേ, ദേ 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 എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ വേദ കയറി വരിക. വേദ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിന്റെ അമ്മയ്ക്ക് കുറച്ച് സന്തോഷമൊക്കെ ആയിട്ടോ. വിക്രം അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുക. ഇവള് ഒരു ഇതും ഇല്ലാതെ ഇങ്ങ് കയറി വന്നിട്ടോ. ഉടനെ നമ്മുടെ വിക്രം ഓടിച്ചിട്ട് എങ്ങോട്ടാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങ് മാറുന്നേ, ഞാൻ എന്റെ വീട്ടിലേക്കാ വന്നതെന്ന് പറഞ്ഞു. നിന്റെ വീടോ? ഇത് നിന്റെ വീടാന്ന് ആരാ പറഞ്ഞത്? നിന്റെ വീട്ടിൽ ഞാൻ ഇന്നലെ കൊണ്ടാക്കിയതല്ലേ. ദേ കളിയെടുക്കാതെ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണം. ഞാൻ പോവില്ലെന്ന് പറഞ്ഞാൽ പോവില്ല. ദേ ഇത് കണ്ടില്ലേ, ഈ താലിയുടെ അവകാശി ഇവിടെയാ ഉള്ളത്. അപ്പൊ പിന്നെ എന്റെ വീട് ഇതുമല്ലേ, അതും കൊണ്ട് ഈ വീട്ടിൽ തന്നെ ആയിരിക്കും ഞാൻ ഇന്ന് താമസിക്കുന്നത്. അങ്ങ് മാറി നിക്ക് വിക്രട്ടാ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ വേദ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാധിക ചോദിച്ചു, നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത്? നിന്നെ കൊണ്ടുവിട്ടതല്ലേ, എന്നിട്ട് നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാ, എന്റെ ഭർത്താവുള്ളടുത്തല്ലേ ഞാൻ ഇരിക്കേണ്ടത്. കണ്ടില്ലേ ഈ താലി കഴുത്തി കയറിയപ്പോ മുതല് ഈ വിക്രം എന്റെ ഭർത്താവാ. ഓഹോ, നിന്റെ ഭർത്താവ് ആവുന്നതിന് മുമ്പേ ഈ വീട്ടിലെ മരുമകളാകാൻ വേണ്ടി എല്ലാരും ആഗ്രഹിച്ചത് എന്നെയാ. ഞാനാ ഈ വീട്ടിന്റെ മരുമകള്. നീ ഈ വീട്ടിന്റെ മരുമകളൊന്നും ആയിട്ടില്ലല്ലോ. ഈ വീട്ടിന്റെ മരുമകള് സത്യം പറഞ്ഞ ഇപ്പൊ ഞാനല്ലേ. ഈ താലി എന്റെ കഴുത്തിൽ കയറിയതിൽ പിന്നെ ഈ വീട്ടിന്റെ മരുമകളും ഈ നിൽക്കുന്ന വിക്രത്തിന്റെ ഭാര്യയും ഒക്കെ ഞാനാ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ രാധികയ്ക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ. രാധിക അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. വിക്രത്തിന്റെ അമ്മ രാധികയോട് നിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനുള്ള ആ ഒരു മൈൻഡ് കൂടി ഇല്ല. ഒരുപാട് മനസ്സിൽ കയറി കഴിഞ്ഞായിരുന്നു നമ്മുടെ വിക്രം രാധികയുടെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ വിക്രം ചെയ്ത പണി അങ്ങനെയാണല്ലോ. ഏതായാലും നമ്മുടെ വേദ അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഇരുന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് നല്ല വിശപ്പുണ്ടമ്മേ, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാൻ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞപ്പോ, അതെ മോളെ അവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ കഴിക്കാൻ എടുക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ വേദ ആ നിലത്തങ്ങ് ഇരുന്നു കേട്ടോ. നിലത്തങ്ങ് ഇരുന്നപ്പോഴത്തേക്ക് വിക്രം പറഞ്ഞു, മര്യാദയ്ക്ക് എണീക്കാൻ പറഞ്ഞു. ഞാൻ എണീക്കൂല, എന്റെ പൊന്നു മാഷേ, എന്നെ വിട്ടുപിടി. മാഷിന് വേറെ എന്തൊക്കെ പണിയുണ്ട്, ഒരു കാര്യം ചെയ്യേ, വേറെ എന്തെങ്കിലും ചെയ്തോ. ഇന്നലെ എന്റെ വീട്ടിൽ പോയി കുറെ പെർഫോമൻസ് ഒക്കെ നടത്തിയപ്പോ ഓർത്തോ ഞാൻ അവിടെ നിൽക്കുമെന്ന്. ഈ വേദ അവിടെ നിൽക്കാൻ പോകുന്നില്ല. ഈ വേദ ഇനി ഒരു ബാധയായിട്ട് ഈ വിക്രത്തിന്റെ കൂടെ എന്നും കാണും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും വിക്രം ഭ്രാന്ത് എടുത്തിട്ട് പുറത്തു പോവുകയാണ്. ഇതേ സമയം നമ്മുടെ വേദയ്ക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ വേദയുടെ അമ്മായിയമ്മയായ വിക്രത്തിന്റെ അമ്മ. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നമ്മുടെ വേദ പോവില്ല എന്ന് തന്നെയാണ് ഉറച്ച തീരുമാനമാണ് വേദയുടെ. കാരണം വേദയ്ക്ക് അറിയാം വിക്രത്തിന്റെ കൂടെ നമ്മുടെ വേദ സുരക്ഷിതയാണ്. വേറെ ആരുടെ കൂടെ നിൽക്കുന്നതിനേക്കാളും നല്ലൊരു സുരക്ഷിതത്വം നമ്മുടെ വിക്രത്തിന്റെ കൂടെ ഉണ്ടാകും എന്നൊരു വിശ്വാസം ഉണ്ട് നമ്മുടെ വേദയ്ക്ക് കേട്ടോ. അപ്പൊ നാളെ ഏകദേശം ഈ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ ഫുൾ വിശേഷം പറയാൻ തുടങ്ങിയിട്ടില്ല, ഇടാൻ തുടങ്ങിയിട്ടില്ല. കാരണം നമ്മുടെ കഥ അങ്ങ് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരാത്തത്. അപ്പൊ ഫുൾ വിശേഷം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഫുൾ വിശേഷം കേൾക്കാൻ താല്പര്യമുള്ളവര്, നമുക്ക് ഒത്തിരി പേരുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരാം. ഇപ്പൊ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഫുൾ വിശേഷം ചുരുക്കി പറഞ്ഞിട്ട് പ്രമോ വിശേഷം പറയുന്നത്. കാരണം നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടതായിരിക്കാം, ഫുൾ വിശേഷങ്ങളൊക്കെ കാണുന്നതായിരിക്കാം. ഇനിയിപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇഷ്ടമാണെങ്കിൽ ഞാൻ ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് രാവിലെ തന്നെ ഫുൾ വിശേഷം പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് പറയണം. പിന്നെ നമ്മുടെ ഈ ചാനലിൽ നമ്മളിപ്പോ 2 വീഡിയോസേ ചെയ്യുന്നുള്ളൂ. നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷവും അതുപോലെ നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെയും പ്രമോ വിശേഷവും. പിന്നെ നമ്മൾ മെയിൻ ചാനലായ ജിൽജിൽ ചിന്നുവിലാണ് രേവതിയുടെയും സച്ചുയുടെയും ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ചെയ്യുന്നത്. അതുപോലെ നയനയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷവും പ്രമോ വിശേഷവും നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുവരെ ആ ചാനൽ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ജിൽജിൽ ചിന്നു JILJILCHINU അപ്പൊ ഈ ഒരു ഇത് അടിച്ചു നോക്കിയാൽ മതി താല്പര്യമുള്ളവര്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ ചെല്ലാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, സപ്പോർട്ട് ചെയ്യൂ. അപ്പം അടുത്തൊരു നെക്സ്റ്റ് അട്ടിപ്പൊളി വീഡിയോ ആയിട്ട് വരാം. ഇനി ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണല്ലേ ഇത്. ഇനിയിപ്പൊ നമുക്ക് നാളെയല്ലേ വേറെ വിശേഷമുള്ളൂ. അപ്പൊ നാളെ പുതുവർഷം തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതുവർഷത്തിലേക്കാകട്ടെ എല്ലാവരും കയറുന്നത്. എന്താ പറയാ, നമ്മൾ പുതുവർഷത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതായത് ഈ വർഷം നമുക്ക് സത്യം പറഞ്ഞാൽ എത്രമാത്രം നല്ലതായിരുന്നു, എത്ര മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് വിലയിരുത്താം. ഇന്ന് എല്ലാവരും ഒന്ന് ഓർത്തു നോക്കുക.
ഇപ്പം ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു, തരക്കേടില്ലാത്തവരും കാണും, ചിലപ്പോൾ ഈ വർഷം ഒരുപാട് പ്രയാസമൊക്കെ അനുഭവിച്ചവരും കാണും കേട്ടോ. അപ്പൊ ഈ വർഷം ഒരുപാട് പ്രയാസമൊക്കെ അനുഭവിച്ചവരാണെങ്കിൽ അടുത്ത വർഷം എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പം എല്ലാവരും ഇന്ന് വൈകിട്ട് പള്ളിയിലൊക്കെ പോകുമല്ലോ, അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയ ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലായിരുന്നു. എനിക്ക് ഒത്തിരി സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി നല്ല അനുഭവങ്ങളും എനിക്ക് എന്താ പറയാ കുറെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നൊരു വർഷം തന്നെയാണ് ഈ വർഷം. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ വർഷം കൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ അടുത്ത വർഷവും അതുപോലെ നല്ലൊരു വർഷമൊക്കെ ആകട്ടെ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമുക്ക് വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹം. വീട് മേടിക്കുക, കാറ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു ആഗ്രഹം നടന്നിരുന്നു എൻ്റെ. ഈ വർഷം ഞങ്ങളൊരു കാറ് മേടിച്ചായിരുന്നു. അതൊക്കെ നിങ്ങൾ കാരണമാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു ചാനലിലൂടെ തന്നെയാണ് അതൊക്കെ സാധിച്ചത്. അപ്പൊ ഒരു കാറ് മേടിക്കാൻ ഇടയായി. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോലും നമുക്കൊരു കാറ് മേടിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ ഒരു കാറ് മേടിച്ചു ഞാൻ ഈ ഒരു വർഷം. ഇനിയിപ്പം എനിക്ക് 2025 ഒരു വീടും കൂടെ മേടിക്കാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഒത്തിരി ആഗ്രഹമാണ്. നമ്മൾ ഈ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഭയങ്കര അതറിയത്തില്ല. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അറിയത്തുള്ളൂ അതിന്റെ. ഇപ്പം വീടുള്ളവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അറിയാം ഒരു മാസം നമ്മൾ എത്രമാത്രം എണ്ണി പിറക്കിയാലാണ് ഒന്ന് എല്ലാ ചെലവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടാലി ആയിട്ട് പോകുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ വാടക കൊടുക്കുന്നതിലും ഭയങ്കര പ്രശ്നം എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക. ഈ വാടക വീടാകുമ്പോൾ ഏതായാലും 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാമോ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം വരുമാനത്തിൽ ഒരു വീട് ഉണ്ടാക്കുക, ഒരു വീട് മേടിക്കാന്നൊക്കെ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുമ്പം ഈ ഒരു 2025 എനിക്ക് വീട് മേടിക്കാൻ അനുഗ്രഹം തരണമെന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ വീട് മേടിക്കാൻ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളുണ്ടല്ലോ. എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതിപ്പം അത്യാഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ അത്യാഗ്രഹമായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മുടെ ആവശ്യങ്ങളല്ലേ അതൊക്കെ. പിന്നെ ഇത്രയും നല്ല രീതിയിൽ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് നന്ദി പറയണം ദൈവത്തിനോട്. ആദ്യം നമ്മൾ നന്ദി തന്നെയാണ് പറയേണ്ടത്. ഇത്രയും നടത്തിയതിനും ഇത്രയും നല്ല രീതിയിൽ നമുക്കൊരു ജീവിതം തന്നതിനും ഒക്കെ നമ്മൾ നന്ദിയാണ് പറയേണ്ടത്. വാടക വീടാണെങ്കിൽ പോലും നല്ല സന്തോഷത്തോടു കൂടി നമ്മുടെ സ്വന്തം വീടായിട്ട് കണ്ട് ജീവിക്കുക, അത്രമാത്രമേ ഉള്ളൂ. ഇപ്പം സ്വന്തം വീട് ഇല്ലാത്തവർ എത്ര പേരുണ്ട്. അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ. അങ്ങനെയും ജീവിക്കാം. പക്ഷെ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമല്ലേ സ്വന്തമായിട്ടൊരു വീട് മേടിക്കാന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞാട്ടോ, എൻ്റെ ഒരു അത്യാഗ്രഹമോ അതിമോഹമായിട്ട് നിങ്ങളൊന്നും കാണരുതേ. അപ്പൊ ഏതായാലും ഈ വർഷം അവസാനിക്കാൻ പോവല്ലേ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ, ഈ വർഷത്തിന്റെ അവസാനം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര സംസാരിച്ചുകൊണ്ടിരുന്ന അങ്ങ് സംസാരിച്ചു പോകൂട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല പുതുവത്സര ആശംസകളൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വർഷം കാണാം. ടാറ്റാ, ബൈ ബൈ.